അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഇതാണ്. ഇതാണ് അതിൻ്റെ സ്കേർട്ട് അടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത മെറ്റീരിയൽ കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലൊന്നും എനിക്കറിയില്ല. കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൊണ്ട് ലച്ചുവിന് ഇതുവരെ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു നെറ്റാണോ ചോദിച്ചാൽ നെറ്റല്ല. എന്നാൽ അത് നന്നായിട്ട് അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ നല്ല നിഴലടിച്ച് കാണുകയും ചെയ്യും. ഞാനിത് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 2.5 മീറ്റർ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി എപ്പോഴും സെമി അംബർല ആണ് അവൾക്ക് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം വീണ്ടും ഒരു 2.5 മീറ്റർ കൂടെ ഞാൻ എടുത്തു. അപ്പം ഞാൻ 2.5 5 മീറ്ററാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം രണ്ടും കൂടി ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ട് അതാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കാണുന്നത്. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് സ്കേർട്ട് അടിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ചെറിയ ചെറിയ ബീഡ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നാണ് അങ്ങനെ കൊടുത്ത് ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഇതൊരു പ്ലെയിൻ മെറ്റീരിയലാണല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ബ്ലൗസ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിലേക്ക് ഞാനൊരു മെറൂൺ കളർ ബ്ലൗസ് കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഈ ഒരു ഗോൾഡൻ കളർ സ്കേർട്ടിലേക്ക് എല്ലാവരും മെറൂൺ കളർ തന്നെയാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ തോന്നി ഇത്തവണ അതിൽ നിന്നൊരു വെറൈറ്റി ആവട്ടെ, മെറൂൺ കളർ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പം ഇത് ഞാനൊരു 1 മീറ്ററാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ലച്ചുവിന് 1 മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ 1 മീറ്റർ ഞാൻ എടുത്തു. പിന്നെ ഈ ഒരു ബ്ലൗസിലേക്കുള്ള ലൈനിങ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് എനിക്ക് കോട്ടൺ ആണ് കിട്ടിയത്. കുഴപ്പമില്ല, കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് അതിലേക്ക് ലൈനിങ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സ്കേർട്ടിലേക്കുള്ള ലൈനിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു സാറ്റിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് 2.5 മീറ്ററാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ പാവാട 5 മീറ്റർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സ്കേർട്ട് അടിക്കുന്നത്. നമ്മുടെ ലൈനിങ് എന്ന് പറയുന്നത് 2.5 മീറ്ററാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മെറ്റീരിയൽ ഞാൻ ഈ ടേബിളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് മടക്കി കാണിച്ചു തന്നാലും ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കറിയുന്ന ഒരു കുഞ്ഞറിവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നമുക്കിതിനെ ഞാൻ ഈ ഒരു പേപ്പറിൽ ഇതിൻ്റെ മടക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സെമി അംബർല ഫ്രോക്കല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മൾ 2 മടക്കിലിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് സെമി ആവുമ്പോൾ. ഞാൻ 4 മടക്കിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മടക്കുക, അതിൻ്റെ അരവണ്ണത്തിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു പേപ്പറിലാണ് ഞാനിതിൻ്റെ കട്ടിങ് എങ്ങനെയാണ്, ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ ഒരു മെറ്റീരിയൽ ആണെന്ന് കരുതുക, നീളമുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് കരുതുക. ആദ്യം നമ്മൾ സെമി അംബർല സ്കേർട്ടാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ രണ്ടാക്കി മടക്കിയതിന് ശേഷം കോണാക്കി മടക്കുക. അപ്പോൾ നമ്മളുടെ സൈഡ് ഈ ഒരു ഭാഗമാണ്. നമ്മൾ ഇവിടെയാണ് ഈ ഒരു തുണിയുടെ ഓപ്പൺ സൈഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് പതുക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ ഇത് കോണ് പോലെയായി. ഇതാണ് ഇതിന്റെ മടക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ മടക്ക് വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിന്റെ അരവണ്ണമാണ് കാണേണ്ടത്. അരവണ്ണം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കറക്റ്റ് അരവണ്ണം എത്രയാണോ അത് നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ തയ്ക്കാൻ പോകുന്ന ആ ഒരു സ്കേർട്ടിന് വേണ്ട അരവണ്ണം എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. തയ്യൽത്തുമ്പ് കൂട്ടാതെ 27 ഇഞ്ചാണ് വേണ്ടത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 28.5 ഇഞ്ചാണ് എനിക്ക് അരവണ്ണായിട്ട് വേണ്ടത്. അതായത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോണ അരവണ്ണം. അപ്പൊ ഇതൊരു സെമി അംബർല സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട് നമ്മുടെ അരവണ്ണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ 28.5 ഇഞ്ചിനെ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും എത്ര? 9.07 കിട്ടും. അതിന് നമ്മൾ 9 ഇഞ്ച് മാത്രം എടുത്താൽ മതി. 9.07 ആണ് കിട്ടുക. അതിൽ നമ്മൾ 9 മാത്രം എടുത്തു. ഇനി നമ്മൾ നമ്മുടെ ടാപ്പിൽ ഈ ഒരു 2 ഇഞ്ച് ഒരു 9 പോയിന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിപ്പോ മെറ്റീരിയൽ ആണെന്നുള്ള സങ്കല്പല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു കറക്റ്റ് പോയിന്റ് ഇതാ, ഈ ഒരു പോയിന്റ് നിന്ന് നമ്മൾ കറക്റ്റ് ഒരു 9 പോയിന്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്യണത്. ഈ ഒരു 2 ഇഞ്ചിനെയാണ് ഞാൻ 9 ഇഞ്ചായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ഇവിടെ 2 ഇഞ്ച് കണക്കാക്കി, അതായത് നമ്മൾ 9 ഇഞ്ചാണ് കണക്കാക്കുന്നത്. അങ്ങനെ കറക്റ്റ് നമ്മൾ ആ കിട്ടിയ 9 ഇഞ്ചിനെ എങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും. അപ്പൊ ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു കർവ് പോലെ വന്നില്ലേ. ഇനി ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. കറക്റ്റ് എന്താ പറയാ, ഒരു കർവ് പോലെയാണ് നമുക്കിത് ഉണ്ടാവുക. 9 ഓക്കെ.
അപ്പൊ നമുക്കിത് ഇങ്ങനെയാണ് നമ്മുടെ അരവണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ലെങ്ത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ലെങ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. കറക്റ്റ് ആയിട്ട് ലെങ്ത് വേണ്ടത് 36.5 ഇഞ്ചാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ ലെങ്ത് എത്രയാണോ അത് എടുക്കുക. കറക്റ്റ് 36 ഇഞ്ചാണ് വേണ്ടത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അടിവശം നമ്മളൊന്ന് മടക്കി തയ്ക്കും, മുകൾ വശത്തും നമ്മൾ ബാൻഡ് വെക്കുമ്പോൾ ഒരു അരയിഞ്ച് പോകും. അങ്ങനെ 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 38 ഇഞ്ചായി. പക്ഷെ നമ്മൾ 38 ഇഞ്ച് നമ്മളിവിടെ മൊത്തമായിട്ട് എടുക്കണില്ല, കാരണം നമുക്ക് മേലെ നമ്മൾ ബാൻഡ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പൊ ബാൻഡും കൂടെ ആവുമ്പോൾ 40 ഇഞ്ചാവും. അപ്പൊ നമുക്കത് അത്രയും വേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ 38ന്ന് എത്ര ഇഞ്ചിലാണോ നിങ്ങൾ ബാൻഡ് കൊടുക്കുന്നത്, അപ്പൊ ഞാനൊരു 2 ഇഞ്ചിലാണ് ബാൻഡ് കൊടുക്കാറുള്ളത്. അപ്പൊ 38ന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 36 ഇഞ്ച്. അപ്പൊ ഈ ഒരു 36 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ടാപ്പ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഒരു 10 ഇഞ്ചിനെയാണ് ഞാൻ 36 ഇഞ്ചായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ ലെങ്ത്, ഇത് 36 ആണ് എന്ന് കണക്കാക്കുക കേട്ടോ, അത് 10 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഡോട്ടുകൾ ഞാൻ കറക്റ്റ് ആയിട്ട് 36 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സെമി അംബല്ല സ്കർട്ടാണ്. നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രിക ഇട്ട് നമ്മൾ പേപ്പർ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പൊ ചെറിയ കത്രിക ഒന്നും കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കത്രിക തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ അതെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മെറ്റീരിയലിന് കുറവുണ്ട് അല്ലേ? ഈ ഭാഗം കറക്റ്റ് ആണ്, ഈ ഭാഗത്ത് മെറ്റീരിയലിന് കുറവുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു താഴത്തെ മെറ്റീരിയലിന്, കാര്യം ഇതിപ്പോ പേപ്പറാണ്, പക്ഷെ നമ്മൾ ഇതിനെ മെറ്റീരിയൽ ആയിട്ടാണ് വിചാരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. മെറ്റീരിയൽ ആണല്ലോ, ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്കി പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള ബാക്കി ബാലൻസ് മെറ്റീരിയൽ ആക്കണം നമ്മൾ. അപ്പം അതിനെ എങ്ങനെയാണ് സൗകര്യവശെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇവിടെ വെച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ബാലൻസ് വന്ന മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയലിനെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നഴിക്കുക. എന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് നിവർത്തി കൊടുക്കുക. നിവർത്തി കൊടുത്തിട്ട് വേണമെങ്കിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തുണി തെന്നി പോവില്ല എന്നുണ്ടെങ്കിൽ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കറക്റ്റ് നമ്മൾ ഇതിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇവിടേക്ക് ഇത്തിരി ഒരു 1/2 ഇഞ്ച് നമ്മൾക്ക് ഇവിടെ പോകും. ഈ തുണി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് പോകും. പിന്നെ ഇവിടേക്ക് ഒരു 1 ഇഞ്ചും കൂടെ പോകും, കാരണം നമുക്ക് മടക്കി തയ്ക്കാനുള്ള 1 ഇഞ്ച് കൂടെ പോകും. അപ്പൊ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു 1 ഇഞ്ചാണ് 1.5 ഇഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അഥവാ തുണി പുറത്തേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നാലും തുണി തികയാതിരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ 1.5 ഇഞ്ച് തന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് ഇതിങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് നമ്മൾ ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ ബാലൻസ് വരുന്ന മെറ്റീരിയൽ നമുക്കൊന്ന് വെട്ടിക്കളയാം. പക്ഷെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വെട്ടിക്കളയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു സെമി അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ മെറ്റീരിയലിനെ 4 ആക്കി മടക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ്സും കട്ടിങ്സും ഒക്കെ നോക്കാം, എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ മെറ്റീരിയൽ എടുത്തു. ഇത് നമ്മുടെ മെറ്റീരിയൽ ആണെന്ന് സങ്കല്പിക്കുക. നീളമുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ നേരത്തെ മെറ്റീരിയലിനെ 2 ആക്കിയിട്ടാണ് മടക്കിയത്. ഇതിനെ നമ്മൾ 4 ആക്കിയിട്ടാണ് മടക്കണം. അപ്പോൾ ഒന്നുകൂടെ മടക്കി. ഇതിപ്പോൾ 4 ആക്കിയിട്ടാണ് മടക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ 2, 1, 2, പിന്നെ ഇവിടെ 2 പീസ് ഉണ്ടല്ലോ, അങ്ങനെ. അപ്പം നേരത്തെ പോലെ തന്നെ നമ്മൾ ഈ സൈഡ് പിടിച്ചു. ഈ സൈഡ് പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് കോണാക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 4 ആക്കി മടക്കുമ്പോഴുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരവണ്ണം എടുക്കുക. നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത് 28.5 ഇഞ്ചാണ്. 28.5 ഇഞ്ചിനെ നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.28 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 3.14 കൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്തത് അരവണ്ണത്തിനെ. 4 ആക്കിയിട്ട് മടക്കുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 6.28 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 28.5 ഇഞ്ചിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 4.53 ആണ് കിട്ടിയത്. അതിന് ഞാനൊരു 4.5 ഇഞ്ചായിട്ട് കണക്കാക്കുകയാണ്. 4.5 ഇഞ്ച് കണക്കാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പം ഞാനൊരു 1.5 ഇഞ്ചിലാണ് 4.5 ഇഞ്ചായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ചിനെ അങ്ങനെ ഞാൻ 4.5 ഇഞ്ചാണെന്ന് വിചാരിച്ചിട്ട് ഈ 1.5 ഇഞ്ചിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ എൻ്റെ അരവണ്ണം കിട്ടി. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫുൾ ലെങ്ത് നമ്മൾ എടുക്കുക. നമുക്ക് മൊത്തം വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 36.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 38 ഇഞ്ചാണ് കിട്ടിയത്. ആ 38 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്തു. ആ 2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാൻഡിന്റെ അളവാണ്. അപ്പം നമുക്ക് കിട്ടിയത് 36 ഇഞ്ച്. ആ 36 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 36 ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു 8 ഇഞ്ച് 36 ഇഞ്ചാണെന്നാണ് കണക്കാക്കുക. 8 ഇഞ്ചാണ് കേട്ടോ 36 എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഞാൻ 8 കണക്കാക്കുന്നുണ്ട്. 8 എന്ന് പറയുന്നത് എൻ്റെ അളവിൽ 36 ആണ് കേട്ടോ. അപ്പം അതാ ഇങ്ങനെ അളന്ന് നമ്മളിവിടെ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ 2 അളവും കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടത്തെ പീസാണ്. കണ്ടത് ഇപ്പം നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്ന പീസ് കുറച്ചധികമായിട്ട് വേണ്ടി വരും. അപ്പം നമ്മൾ ഇവിടത്തെ ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് നമ്മൾ പിന്നെ ഈ ഒരു ഭാഗത്തെ അളവാണ് നമ്മൾക്കിനി കിട്ടേണ്ടത്. അത് ഈ ഒരു തുണി എന്നാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനങ്ങോട്ട് മടക്കിയിട്ട് ഈ തുണിയിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ചെറിയ പീസ് ആയതുകൊണ്ടാണ്. നമ്മൾ മെറ്റീരിയൽ നിന്നാകുമ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ ഒരു പീസ് കിട്ടും, അല്ലെങ്കിൽ കിട്ടണം, എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടണം. അത് എങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെമി സ്കേർട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 4 ആക്കിയിട്ട് മടക്കുക. അപ്പം ഇങ്ങനെയാണ് ഇത് മടക്കേണ്ടത്. അതിൻ്റെ കട്ടിങ്ങും അതെങ്ങനെയാണ് മടക്കുക, അതിൻ്റെ മെഷർമെന്റ്സ് എങ്ങനെ എടുക്കുകയെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾക്കിനി ഇത് തുണിയിലൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെട്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഞാനിതാ മെറ്റീരിയൽ 4 മടക്കിയിട്ട് അത് പിന്നെ കോണാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിലത്ത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടേബിളിൽ ഇതുപോലെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അളവുകളെല്ലാം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ആവുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ പിന്നുണ്ടാവില്ലേ, ആ പിന്നിങ്ങനെ എല്ലായിടത്തും കുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന് താഴത്ത് പീസ് വെച്ച് തയ്ക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നല്ല നീളവും വീതിയൊക്കെ ഉള്ളൊരു തുണിയായിരുന്നു. ഇനി നമ്മൾക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യാനുള്ളത്. പക്ഷേ ലൈനിങ് എനിക്ക് പണി തന്നു കേട്ടോ. താഴെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം പീസ് വെച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തു. താഴത്തെ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേറൊരു തുണി അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കാനുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യണത് നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്വശത്ത് ചെറിയൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ, അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പീസിനെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോഴാണ് അതൊരു കറക്റ്റ് നല്ലൊരു വൃത്തിയിൽ കിടക്കുകയുള്ളൂ. അപ്പോൾ അതിനൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലൈനിങ് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ബാലൻസ് താഴെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വൃത്തിയാക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ സൈഡ് വശമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്തിൻ്റെ 2 സൈഡും നമ്മൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതിന് സിബ്ബൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ സിബ്ബ് വെക്കാത്തതാണ്. അപ്പോൾ ഞാനിത് 2 സൈഡും നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മുടെ ലൈനിങ്ങിനെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ നമ്മുടെ അരഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് തയ്ച്ച് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ് ഇങ്ങനെ നിൽക്കുള്ളൂ. രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് തയ്ച്ചു, അതായത് മെയിൻ മെറ്റീരിയലും നമ്മുടെ ലൈനിങ്ങിൻ്റെ സൈഡ് വശം, 2 സൈഡ് വശം കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു വൃത്തിയിൽ നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ. ഇനി നമ്മൾക്ക് സ്കേർട്ടിനുള്ള ബാൻഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് നമ്മൾ സ്കേർട്ട് നമ്മൾ തയ്ച്ചല്ലോ, ആ തയ്ച്ചിട്ട് അതിൻ്റെ അരവണ്ണ എത്രയാണെന്നുള്ളതൊന്ന് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. അതിനുശേഷം അതിനോട് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതാണ് ഇതിൻ്റെ നീളമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. വീതി കണക്കാക്കേണ്ടത് 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ചിനെ നമ്മൾ മടക്കിയിട്ട് 2 ഇഞ്ചിലേക്കാണ് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് നമ്മൾ വീതിയും പിന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ അരവണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടുള്ള നീളമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ 2 മെറ്റീരിയൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഇത്രയും നിഴലടിച്ച് കാണുന്നത് കൊണ്ടാണ്, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല ആ മെറ്റീരിയൽ തന്നെ മതി. നമ്മൾ മടക്കി തയ്ക്കുമ്പോഴും ഇത് ഉൾവശം കാണും, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ മുകളിൽ നമുക്ക് ആ ബാൻഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്കേർട്ടിൻ്റെ ഉൾവശത്ത് നമ്മൾ ഈ ഒരു ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ബാൻഡിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ ഉൾവശവും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് 2 ഇഞ്ചിൽ തന്നെയല്ലേ കറക്റ്റായിട്ട് പിടിച്ചിരിക്കണമെന്നൊന്ന് അളന്ന് നോക്കിയിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ സൈഡിൽ സിബ്ബ് വയ്ക്കാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഉള്ളിലൂടെ ത്രെഡ് ഇട്ടിട്ട് കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കേർട്ട് ഒരു 90% ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട് ഞാൻ അടിവശം മടക്കി തയ്ക്കുന്നില്ല, അത് പുറത്ത് കൊടുത്തിട്ട് ഇൻ്റർലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നാളെ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്വശം വന്നിട്ടുള്ളത്. അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ കാണിക്കാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.